ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. SSLC ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിൽ പഠിച്ച മാജിദ് മജീദി എഴുതിയ മൈ സിസ്റ്റർ ഷൂസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈ സിസ്റ്റർ ഷൂസ് എന്ന ചാപ്റ്ററിലെ ഡിസ്കോഴ്സുകളാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നോട്ടീസാണ്. നോട്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോഗ്രാം, ഇവൻറ്റ് ആൻഡ് ഫങ്ഷൻ? ഹൂ കണ്ടക്ട് ദ പ്രോഗ്രാം, ഇവൻറ്റ് ഓർ ഫങ്ഷൻ? വെൻ ഈസ് ദ പ്രോഗ്രാം ഓർ ഇവൻറ്റ് ഫങ്ഷൻ? വേർ ഈസ് ദ പ്രോഗ്രാം, ഇവൻറ്റ് ഓർ ഫങ്ഷൻ? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റി. Conclude the signature and name of the issuing authority. പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ആരാണ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്? എപ്പോഴാണ് പ്രോഗ്രാം നടക്കുന്നത്? എവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്? അതുപോലെ അതിൻ്റെ ഡേറ്റ്, പ്ലേസ് എന്നിവ നോട്ടീസിൽ ഇഷ്യൂ ചെയ്യേണ്ടതാണ്. കൂടാതെ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി, അത് ക്ലബ്ബായിരിക്കാം, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം. അപ്പോൾ ആ അതോറിറ്റിയുടെ പേരും സിഗ്നേച്ചറും ഏറ്റവും അവസാനവും ഉണ്ടായിരിക്കണം. വി ആർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ. The theatre club of your school has decided to stage the play My Sister's Shoes in your school. Prepare a notice with all the details inviting the students to participate in the program. സ്കൂളിലെ തിയേറ്റർ ക്ലബ്ബ് മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറയുന്ന നാടകത്തെ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. ആൻസർ: ഹെഡിങ് നോട്ടീസ്, സ്കൂളിൻ്റെ നെയിം മോഡൽ സ്കൂൾ, പ്രോഗ്രാം ഫിലിം ഫെസ്റ്റിവൽ. ഡിയർ സ്റ്റുഡൻസ്, the film club of our school has decided to organize a film festival on 24th August 2018 at 10 a.m. in the school auditorium. The renowned screenplay writer and film director Mr. Adu Gopalakrishnan will inaugurate the festival. All are cordially invited to the function. All are welcome. Place, date, authority, secretary, the theatre club. Okay, next question about conversation. What is conversation? A dialogue is a special kind of oral communication tool employing distinctive skills to achieve mutual understanding and mutual trust and respect. It allows you to use your creative writing skill by visualizing the scenes of incidents and accordingly writing the conversation that would possibly take place in the particular situation. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയമാണ് കോൺവെർസേഷൻ എന്നുള്ളത്. എസ്പെഷ്യലി ഇൻ ദ ഫോം ഓഫ് ഡയലോഗ്സ്, വേർഡ്സ് ഉപയോഗിച്ചിട്ട്, ഡയലോഗ് ഉപയോഗിച്ചിട്ടാണ് എന്ന് നമുക്കറിയാം. എന്തൊക്കെ കാര്യങ്ങൾ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം? You could begin with a greeting depending on the situation given. Feel here and there is welcome. Avoid writing longer sentences. Stick to maximum 6 exchanges. ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ: ഗ്രീറ്റിങ്സ് ഉണ്ടായിരിക്കണം. തുടങ്ങുമ്പോൾ ഗ്രീറ്റിംഗ് ചെയ്തുകൊണ്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പരസ്പരം അഭിസംബോധന ചെയ്തുകൊണ്ട്. നെക്സ്റ്റ്, വെൽക്കം. രണ്ടുപേരും പരസ്പരം വെൽക്കം ചെയ്യുന്നതായിട്ടുണ്ടായിരിക്കണം. അവോയ്ഡ് റൈറ്റിംഗ് ലോങ്ങർ സെൻറ്റൻസ്. ദീർഘമായ വാക്യങ്ങൾ, വലിയ വലിയ സെൻറ്റൻസുകൾ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം 6 എക്സ്ചേഞ്ചസ്, 6 എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരിക്കണം ഒരു കോൺവെർസേഷനിൽ. ഹിയർ എ ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സാറ ആൻഡ് അലി. സാറയും നടത്തുന്ന ഒരു കോൺവെർസേഷൻ. സാറ: വേർ ഈസ് മൈ ഷൂ? അലി: ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. സാറ: റിയലി? അലി: ഐ കെപ്റ്റ് ഇൻ എ ഷോപ്പ് but I could not see the.
Zahra, who took it? Ali, I did not see anyone there. Zahra, I will tell father. Ali, please don't tell father, he will beat me. Zahra, I think you are careless. It's your fault. Ali, you are right, but I did not think I would lose it. Zahra, how can I go to school? Ali, don't worry, I will solve it. Zahra, okay, that is fine. ഇവിടെ 6 എക്സ്ചേഞ്ചുകൾ തന്നിട്ടുണ്ട്. ഒരു ചോദ്യവും ഒരു ഉത്തരവും. 6 ചോദ്യങ്ങളും 6 ഉത്തരങ്ങളും. ടോട്ടൽ 12 സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. 6 എക്സ്ചേഞ്ചുകൾ. നെക്സ്റ്റ് ടോപ്പിക് about diary writing. A diary is an informal and personal kind of writing. It is meant to record certain significant event, personal experience, daily happenings and feelings one's life. ഒരു ഇൻഫോർമൽ റൈറ്റിംഗ് ആണ് ഡയറി എന്നതാണ് ആദ്യമായി നമ്മൾ ഓർക്കേണ്ടത്. പേഴ്സണൽ റൈറ്റിംഗ് ആണ് നമ്മുടെ ഫീലിങ്സും ഇവൻസും എക്സ്പീരിയൻസും എല്ലാം നമുക്കതിലേക്ക് ഉൾക്കൊള്ളിക്കാം. ഓക്കെ, പോയിന്റ്സ് ടു റിമെമ്പർ. Begin the entry with a general sentence describing the day or momentary feelings. ഡയറി എൻട്രി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ നിമിഷത്തിലെ ഫീലിങ്ങിനോ അല്ലെങ്കിൽ ആ ദിവസത്തെ ഫീലിങ്ങോ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട്. ഗുഡ് ഡേ, സാഡ് ഡേ, അൺഫോർഗറ്റബിൾ ഡേ, വണ്ടർഫുൾ ഡേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ്, ഇൻ ദ ബോഡി യു മേ ഡിസ്കസ് ആൻ ഇവൻറ്റ് യു ആർ ഫീലിംഗ് ടുവേർഡ്സ് ഇറ്റ്. ഡയറിയുടെ ബോഡി പാരഗ്രാഫ് നമ്മൾ എഴുതുമ്പോൾ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇവൻ്റ് എന്താണെന്നും അതിനോട് നമ്മളുടെ സമീപനം എന്താണെന്നും വിശദീകരിക്കണം. കൺക്ലൂഡ് വിത്ത് ഫൈനൽ റിമാർക്സ് ആൻഡ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഭാവിയിൽ എന്ത് നടപടിയാണ് എടുക്കുക, നാളെ എന്തായിരിക്കുമെന്നോ എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ഡയറി ക്ലോസ് ചെയ്യേണ്ടത്. യു ഷുഡ് റൈറ്റ് ആസ് ഈഫ് യു ഹാവ് റിയലി ബീൻ എ പാർട്ട് ഓഫ് സിറ്റുവേഷൻ. ഡയറി എഴുതുമ്പോൾ അതിൽ പറയുന്ന ഇവൻറ്റിൻ്റെ ഭാഗമായിരിക്കണം നിങ്ങൾ. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ പ്രസൻറ്റേഷൻ ആയിരിക്കണം. ഐ, മൈ, മൈൻ എന്നുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കണം. One does not write about things experienced on daily basis, only matters. ദൈനംദിനമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഒരു പ്രത്യേകമായ സംഭവമായിരിക്കണം ഡയറിയുടെ സബ്ജക്റ്റ്. ഇറ്റ് ഈസ് എ സീക്രട്ട് റെക്കോർഡ് ഓഫ് വൺ ലൈഫ്, സോ വൺ ക്യാൻ ബി വെരി ഹോണസ്റ്റ് അബൌട്ട് വൺസ് ഫീലിംഗ് ആൻഡ് ഇമോഷൻ. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള രഹസ്യങ്ങളെല്ലാം എഴുതുന്നതാണ് പലപ്പോഴും ഡയറി. അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായ ഫീലിംഗ് ആയിരിക്കണം ഡയറിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ക്രിയേറ്റീവ് ഇമാജിനേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഇൻ ഡയറി റൈറ്റിംഗ് ആർ ടെസ്റ്റഡ്. ഡയറി റൈറ്റിങ്ങിൽ നിങ്ങളുടെ ഭാവന, അതുപോലെ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം അളക്കപ്പെടുന്നു. ദ ഡെസ്ക്രിപ്ഷൻസ് ഹാവ് ടു ബി ക്ലിയർ ബട്ട് ബ്രീഫ്. വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ ആണ് ഡയറി എഴുതേണ്ടത്. ദേ ഹാവ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ലോജിക്കൽ വേ. യുക്തിപരമായി അവ തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ദ ഫോമാറ്റ് ഓഫ് ഡയറി. ഡേറ്റ് ആൻഡ് ഡേ, സല്യൂട്ടേഷൻ, ഡിയർ ഡയറി, heading of the entry, contents of the diary, signature. ഡയറിയിൽ 5 ഘടകങ്ങളുണ്ടായിരിക്കും. ഫോമാറ്റ്, ഡേറ്റ്, ഡേയും, ഡിയർ ഡയറി എന്നുള്ള സല്യൂട്ടേഷൻ, ഡയറി ഹെഡിങ്, കണ്ടൻറ്റ് ഓഫ് ഡയറി എൻട്രി, അതിൻ്റെ വിഷയം, സിഗ്നേച്ചർ. Let's examine the question. Ali felt very sad when he reached home without his sister's shoes. He was sad to see her unhappy face, and he could not bear the plight sight of his crying sister. He wrote down his feelings and thoughts in his diary entry. Answer:
June 1st, 2019, Monday. It is an unforgettable day in my life. I am sad and upset. My sister's shoes is missing. I know that is her favorite shoes. I can't meet her now. I don't want to see her unhappy face. She will get angry with me. I am in a precarious situation. I add misery to my family. I hate and curse myself for my carelessness. She can't go to school without her shoes. How can I tell my father? I am scared of my father. He will beat both of us harder. He can't buy new shoes as he is in deep financial trouble. Oh my God, please help me. Second question. Zahra write down the diary expression, her feelings and thoughts after losing her shoes. Date June 2nd, 2020, Wednesday. It is an unpleasant day in my life. I can't remember this day at all. It was my precious shoes. I kept it as a treasure in my life. My hope is grim and severe. I lost my shoes in market. We belong to poverty-stricken family. My father is in a precarious condition. He is desperately searching money to conduct surgery for my mother. I am sure no one will help me to buy a new pair of shoes. Whom can I approach? My father has no money to buy shoes. How can I go to school without my shoes? My friends will make fun of me when I go to school without my shoes. It's my cruel fate. Next one, we are going to check about informal letters. Question. Ali was shocked after missing his sister Zahra's shoe. He writes a letter to his friend describing his difficulty. Address: Main Street, Iran, 15th November 2019. My dear friend, how are you? Hope you're fine. I'm writing this letter seeking your help and guidance. I'm very sad and confused. My sister's shoe had missed at the vegetable shop. I should have been responsible for this. It was my mistake. I made all the effort to find it. But it was in a vain effort to recover the lost shoes. I can't share this one to anyone except you. I am confident that you will support me. We are a very poor family. My father has no money to buy new shoes. I am in deep trouble. Please help me. Convey my best regards to all whom yours lovingly, Nate. Second question. Zahra write a letter to her close friend expressing sad over her missing shoe. Address: Lovely Hills, Tehran, 12th May 2020. Dear Selena, how are you? Hope you are fine. I'm sad and upset. I lost my sister's shoes. I can't go to school without my shoes. What will I tell her? Will father beat me? He can't buy shoes. Now he is in deep financial trouble. Your guidance and motivation will give peace of mind. I don't find any way to trace the shoe. All my hope has been dashed off. You will find a better solution for this. Please come up with a better way to get away from this grim problem. I'm eagerly waiting for your letter. Convey my love to all at home. Yours lovingly, by Zahra. സാറ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന കത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സാറ തൻ്റെ ഷൂ മിസ് ചെയ്തതിലുള്ള ദുഃഖം പ്രസൻറ്റ് ചെയ്യുകയാണ്. ഹൗ ആർ യു ആൻഡ് ഹോപ്പ് യു ആർ ഫൈൻ.
നിങ്ങൾക്ക് സുഖം തന്നെയാണ് എന്ന് കരുതുന്നു എന്നാണ്. ഐ ആം സാഡ് ആൻഡ് അപ്സെറ്റ്. ഞാൻ വളരെ ദുഃഖിതയാണ്. ഐ ലോസ്റ്റ് മൈ ഷൂസ് എന്നാണ്. എനിക്ക് എൻ്റെ ഷൂസ് നഷ്ടപ്പെട്ടു. അവിടെ മൈ സിസ്റ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ്. മൈ ഷൂസ് എന്നാക്കണം. ഐ കാൻ ഗോ ടു സ്കൂൾ വിത്തൗട്ട് മൈ ഷൂസ്. ഷൂസ് ഇല്ലാതെ എനിക്ക് സ്കൂളിൽ പോകാൻ സാധിക്കില്ല. വാട്ട് വിൽ ഐ ടെൽ? ഞാൻ എന്തു പറയും? വാട്ട് വിൽ ഐ ടെൽ ഹർ ഫാദർ എന്ന വാട്ട് വിൽ ഐ ടെൽ ടു മൈ ഫാദർ എന്നാണ്. ഞാൻ എൻ്റെ ഫാദറിനോട് പറയും. ഐ ടെൽ ടു മൈ ഫാദർ. ചെറിയ കറക്ഷനുകളുണ്ട്. വിൽ ഫാദർ ബീറ്റ് മീ? ഫാദർ എന്നെ ബില്ലില്ലേന്ന്. ഹി കാൻ ബൈ ഷൂസ്. അദ്ദേഹത്തിന് എനിക്ക് ഷൂസ് വാങ്ങി നൽകാൻ കഴിയില്ല. നൗ ഈസ് ഇൻ ഡീപ്പ് ഫിനാൻഷ്യൽ ട്രബിൾ. അദ്ദേഹം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലാണ്. യുവർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ഗീവ് പീസ് മൈൻഡ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, പ്രേരണകളൊക്കെ, പ്രോത്സാഹനങ്ങളൊക്കെ എനിക്ക് കൂടുതൽ സമാധാനം നൽകും. ഐ ഡോണ്ട് ഫൈൻഡ് എനി വേ ടു ട്രേസ് ദ ഷൂസ്. ആ ഷൂസ് കണ്ടെത്താൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയാണ്. ഓൾ മൈ ഹോപ്സ് ആർ ബി ഡാഷ്ഡ് ഓഫ്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. യു വിൽ ഫൈൻഡ് എ ബെറ്റർ സൊല്യൂഷൻ ഫോർ ദിസ്. ഇതിന് നിങ്ങൾ തന്നെ ഒരു നല്ല പരിഹാരം എനിക്ക് നിർദ്ദേശിക്കും. പ്ലീസ് കം അപ്പ് വിത്ത് ദ ബെറ്റർ വേ ടു ഗെറ്റ് അവേ ഫ്രം ദ ഗ്രീം പ്രോബ്ലം. ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ ലെറ്റർ. നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി ഞാൻ വളരെ താല്പര്യത്തിൽ കാത്തു നിൽക്കുകയാണ്. എൻ്റെ ഈ വലിയ പ്രശ്നത്തിന് നിങ്ങളൊരു നല്ല സൊല്യൂഷൻ, മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺവേ മൈ ലവ് ടു ഓൾ അറ്റ് ഹോംസ്. വീട്ടിലെല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. യുവേഴ്സ് ലവിംഗ്ലി സാറ. നിങ്ങളുടെ പ്രിയപ്പെട്ട സാറ. ഈ വീഡിയോ ലെസൺ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായി നമുക്ക് അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.